2001 ഊമപ്പെണ്ണിനൊരിയാടെ പയ്യൻ റിലീസായതിന് ശേഷം എപ്പോൾ വിളിച്ചാലും റെമിനിയ ഞാൻ നീലനിലാവാണ്. പുള്ളിക്ക് ആ പാട്ട് വലിയ ഇഷ്ടമായിരുന്നു. അതിൻ്റെ ലിറിക്സ് പുള്ളി ഞാൻ എഴുതാന്ന് പറഞ്ഞപ്പോൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അത് ഫീലുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്ന് മാത്രമല്ല ഈ എനിക്കിപ്പോഴും അത് ജയസൂര്യയുടെ ആദ്യ പടമായിരുന്നു. അതെ, മനസ്സിലായി. അന്നത്തെ കാലത്തൊക്കെ ജയസൂര്യ എന്ന് പറയുന്നൊരു പുതിയ നടൻ വരുമ്പോഴൊക്കെ എനിക്കിപ്പോഴും നല്ലൊരു ഓർമ്മയുണ്ട്. അതിൻ്റെ മാളച്ചേട്ടൻ എന്ന് പറയുന്ന നടനപ്പുറമുള്ള ഒരു കലാകാരൻ്റെ ഒരു സ്വഭാവം ഞാൻ പറയാം. അത് ആ സിനിമ ഊട്ടി ഷൂട്ട് ചെയ്യുമ്പോൾ ഏതോ ഒരു ഷോട്ടിൽ കാവ്യമാധവനും ജയസൂര്യയും മാളച്ചേട്ടനും ആ സോങ് സീക്വൻസ് തന്നെയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. മാനിന്റെ മിഴിയുള്ള എന്ന് പറഞ്ഞൊരു പാട്ടും കൂടെ ഉണ്ട്. മാളച്ചേട്ടനുള്ളതുണ്ട്. മാളച്ചേട്ടനുള്ളതുണ്ട്. ആ പാട്ട് വന്ന് ഞാൻ എഴുതിയ പാട്ടത്. അപ്പോൾ എന്നിട്ട് മാളച്ചേട്ടൻ ലൈറ്റ് പോയി. അപ്പം പിന്നെ ജയസൂര്യയുടെ ഒരു റിയാക്ഷൻ, കാവ്യമായിട്ടുള്ളൊരു റിയാക്ഷൻ എടുത്തു. അപ്പം അതൊക്കെയാണ്. ലൈറ്റ് പിന്നെ പോയി. ഞാൻ പറഞ്ഞു, ക്യാമറാമാനോട് ചോദിച്ചു ഓക്കെയാണോ. അപ്പം മാളച്ചേട്ടനോട് ചോദിച്ചു, ഇവർ ഓക്കെയാണ്. അപ്പോൾ എൻ്റെ മുഖം കണ്ട പുള്ളി അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞേ, അത് ഞാൻ നിൻ്റെ മുഖം കണ്ടിട്ട് ഇത് ഓക്കെ ആകുന്നില്ല, ലൈറ്റ് പോവുകയും ചെയ്തു, എനിക്കിന്ന് പോകണം, അതല്ലേ നീ. ഞാൻ പറഞ്ഞു ചേട്ടന് പോകണം, അത് ഓക്കെയാണെങ്കിൽ നമുക്ക് അല്ല ഒരു കാര്യം ചെയ്യും, എനിക്ക് ധൃതിയില്ല, നാളെ ഞാൻ പൊക്കോളാം, ഒരു ദിവസം കൂടെ നിൽക്കാം. മാത്രമല്ല പുള്ളി പറഞ്ഞ ഇതാണ്, നീ ഒരു ചലഞ്ചാണ് എടുത്തിരിക്കുന്നത്, ജയസൂര്യ കണക്കൊരു പുതിയ പയ്യനെ നീ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അത് വിജയിക്കണമെങ്കിൽ അതിനകത്ത് യാതൊരു കോംപ്രമൈസും ചെയ്യണ്ട. അപ്പം ഉത്പലായിരുന്നു ക്യാമറാമാൻ. ഉത്പൽ പറഞ്ഞു, ചേട്ടാ അത് ഈ ലൈറ്റ് നമുക്ക് മാച്ച് ചെയ്യണമെങ്കിൽ നാളെ ഉച്ച കഴിഞ്ഞെടുക്കാം നമുക്ക് എന്ന് പറഞ്ഞു. ഓക്കെ, നാളെ ഫുള്ള് ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പുതിയ ആളെ കൊണ്ടുവരുന്നതിൻ്റെ റിസ്ക്, അല്ലെങ്കിൽ ആ പടത്തിൻ്റെ സാധാരണ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന നായക നടന്മാരാണ് ആ പടത്തെപ്പറ്റി മൊത്തത്തിൽ. ഇത് എല്ലാ കാര്യത്തിലും പുള്ളി ഒരു പുള്ളിയുടേതായ കോൺട്രിബ്യൂഷൻ തരുന്ന ഒരാളായിരുന്നു.